മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള രാജ രാമചന്ദ്രനെ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ അവസാനം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഏട്ടന് എറണാകുളത്ത് വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോയതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത്. അത് കാണാത്തൊരു കാണണേ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലുലുവിലാണ് നിൽക്കുന്നത്, കൊച്ചി ലുലുവിൽ ഇടപ്പള്ളിയുള്ള. അവിടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഭയങ്കര ഓഫർ സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. എങ്കിലും ഞാൻ കരുതി എന്തെങ്കിലും ഒരു ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി കയറി. അങ്ങനെ 50% ഓഫൊക്കെ കണ്ട് നോക്കിയപ്പം ഭയങ്കര റേറ്റായിരുന്നു. അപ്പം ഇപ്പം ഇത് മേടിക്കുന്നവർക്ക് മേടിക്കാം, പക്ഷേ ഞാൻ ഇത്ര റേറ്റുള്ളതൊന്നും മേടിച്ച് ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയില്ല. എന്തെങ്കിലും ഞാൻ അവിടുന്ന് മൊണാൾട്ടടിച്ചു. ഇങ്ങനെ പോയിട്ട് അതിനെത്രയാണ്, ഇതിന് റേറ്റ് എത്രയാണ്, സൈസ് എത്രയാണെന്നൊക്കെ ഇങ്ങനെ തിരക്കിയിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടിങ്ങനെ പോരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനം വാങ്ങി. ഇതാണ് ഈ ഒരു കുപ്പി വെള്ളത്തിന് 60 രൂപയായിരുന്നു. ലുലുവിൽ പോകുന്നുണ്ടോ ഉറപ്പായിട്ടും വെള്ളം കൈവച്ചോണം. ഒരു 2-3 കുപ്പിയെങ്കിലും കൈവച്ചോ കേട്ടോ. കാരണം നടന്ന് ക്ഷീണിക്കുമ്പോൾ എന്തായാലും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും അവിടെ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ കരുതി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാമെന്ന്. കാരണം ഈ ഫുഡിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന് നമ്മൾ പൈസ കൊടുക്കാൻ നമുക്ക് മടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടുത്തെ തിരക്ക് അതിഭീകരമാണ്. അകത്തോട്ട് കയറാനൊരു ക്യൂ. അകത്ത് കയറി കഴിഞ്ഞ അവസ്ഥ ഇതാണ് ദൈവമേ. ഇതിനകത്താണ് കേട്ടോ, ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തൊരു സീനാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു സാധനം എടുത്ത് അവിടെ ചെന്ന് ബില്ലടിച്ചിട്ട് വരിക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ റോളക്സിൻ്റെ വാച്ചസിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. ഞാനിത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം എനിക്കത് കണ്ടപ്പം ഭാവിയിൽ വാങ്ങാമെന്നൊക്കെ പറഞ്ഞൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നു. ഈ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് അവിടെ അന്ന് ഉണ്ടായിരുന്നൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. പക്ഷേ ബിഗ് വൺ, എന്ത് വലുതായിരുന്നു അറിയാവോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്മസ് ടൈമിലായിരുന്നു ഞങ്ങളന്ന് ലുലുവിൽ പോയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ജ്യൂസൊക്കെ ഉള്ളൊരു കടയുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുടിച്ചു. ഏട്ടാ മഴക്കോളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനകത്ത് നടന്നുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നല്ല മഴക്കോളുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ചിട്ട് വരാമെന്ന് കരുതി. മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. തിരിച്ച് ഇത്രയും ദൂരം നമുക്ക് വണ്ടി ഓടിച്ച് വരട്ടെ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇനി ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഒബ്റോൺ മാളില്ലേ, ഞാനിത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ മൂവീസിലൊക്കെ കാണത്തില്ലേ, അപ്പോൾ അങ്ങനെ കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മൾ കയറിയില്ല കേട്ടോ അവിടെ. കാരണം ഭയങ്കര മഴക്കോളായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കിനി പോരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളായിരുന്നു എനിക്ക് ആ ടൈമിൽ. അതുകൊണ്ട് നമ്മളവിടെ കയറിയൊന്നുമില്ല. പിന്നെ അതേ കണക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ വെച്ചാൽ നല്ല കട്ട മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ റെയിൻകോട്ട് കരുതിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ചിങ്ങി പോരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ്. ഞങ്ങൾ ബൈക്കിൽ എവിടെ പോയാലും ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ഇപ്പം കേൾപ്പിച്ചു തരാം. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിൽ കമ്പലിട്, അരിമുല്ലക്കഴുത്തിൽ ഏലസിട്, സുറമിണെങ്കിൽ സൂര്യനിടാ. ഞാൻ ഇതാണ് കാണുക കേട്ടോ. ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളാരെങ്കിലും ഉണ്ടോ? ബൈക്കിലായാലും ഇങ്ങനെ ഏട്ടൻ്റെ പോകുമ്പോൾ ഉറക്കെ പാട്ട് പാടും. ഇങ്ങനെയൊന്നും കേട്ടോ, ഉറക്കെ പാട്ട് പാടും. റോഡ് സൈഡിൽ നിൽക്കുന്നവരൊക്കെ നോക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഏരിയ അല്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ എത്തത്തില്ലേ, ഇപ്പം നമ്മുടെ ചുറ്റുവട്ടം അല്ലാത്ത സ്ഥലങ്ങൾ എത്തുമ്പോൾ ഞാനങ്ങ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മളെ നോക്കുന്നവർക്ക് നമ്മളെ അറിയത്തില്ലല്ലോ, നമ്മൾ ആരാന്നും മനസ്സിലാവത്തില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ഉറക്കെ അങ്ങ് കാച്ചും. പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് ഫലൂഡ കഴിക്കാൻ തോന്നി. അങ്ങനെ ഒരു 7:15 ആയപ്പോഴാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ സ്ഥലം കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഈ ബേക്കറിയോ എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഒരു 7:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ കയറി
ഫലൂഡ ഓർഡർ ചെയ്തു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഫലൂഡ കഴിക്കുന്നത് കേട്ടോ, ഒരുപാട് നാൾക്ക് ശേഷം. കാരണം എനിക്ക് ഇങ്ങനെ മധുരം ഒന്നും പുറത്തുനിന്ന് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല, എനിക്ക് സ്പൈസി ഐറ്റംസാണ് ഇഷ്ടം. പിന്നെ ഏട്ടന് ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്ത് ഞങ്ങളത് കഴിച്ചു. ഇത് ഏട്ടൻ്റെ കൈയോട് തരാൻ എനിക്ക് പേടിയാണ്, അത് വിധം കലക്കും, ഇത് കൊളാക്കും, ഭംഗം കളയും. എന്നാലും ഞാൻ തരും, പലതും കഴിക്കും, നല്ല ടേസ്റ്റ് ആയിട്ട്. എത്ര നാളെ ഞാൻ ഫലൂഡ കഴിച്ചിട്ട്. നേരെ ഒന്നും കറങ്ങാൻ പറ്റില്ല. ഐത്തേട്ടൻ പറയുമായിരുന്നു ഞങ്ങൾക്ക് എറണാകുളത്ത് നല്ലപോലെ കറങ്ങാൻ പറ്റിയില്ലെന്ന്. സാരമില്ല, അടുത്തോട്ടാവട്ടെ, എറണാകുളം അവിടെ തന്നെ കാണുമല്ലോ. എൻ്റെ മുഖം നോക്കി ഐത്തേട്ടൻ അങ്ങോട്ട് ആ ഫലൂഡ ഗ്ലാസ് കൊടുത്തപ്പോഴേ പുള്ളി പിടിച്ച കലക്കും കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ പറയുമായിരുന്നു ഞാൻ കരയും, ഞാൻ വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അത് പിന്നെ എന്തോ മേടിച്ചാലും അങ്ങനെ ഞാനും ഏട്ടനോട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. 2 ഐറ്റം ഓർഡർ ചെയ്യും, അതാകുമ്പോൾ 2 സാധനം കഴിക്കാമല്ലോ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും. എനിക്ക് കോൾഡ് കോഫി ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ അവിടുത്തെ ഫലൂഡ കിടിലനായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ആയിരുന്നോണ്ടാണെന്ന് തോന്നുന്നു, പൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ് ഡേറ്റ്സ് ഒക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും റെയിൻകോട്ടൊക്കെ ഇട്ട്, അപ്പം മഴയില്ലായിരുന്നു എങ്കിലും ഇനി മഴ പെയ്താൽ ഇറങ്ങിയിടണം, അതുകൊണ്ട് പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങളങ്ങ് യാത്ര തുടർന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും നല്ല തണുപ്പുള്ള സമയമായിരുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ടാന്ന് തോന്നുന്നു. എങ്കിലും ഞങ്ങൾ ചില്ല് ചെയ്ത് ഇനി പോരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ പാട്ടൊക്കെ പാടിയാണ് വന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ എൻ്റെ മുഖം ഫുള്ള് ചിരിയാണ്. കാരണം നമ്മൾ പോയൊരു സംഭവം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ആക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബൈക്ക് ട്രിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരാളുടെ നിർബന്ധമായിരുന്നു. ആദ്യമേ നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഒന്ന് സെറ്റ് ആഞ്ഞപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് വെളുപ്പിന് ശ്രാവണൻ അന്ന് വണ്ടിയെ കൊണ്ടുവന്ന് തന്നുകൊണ്ടാണ് നമ്മളന്ന് ബൈക്കിൽ ഇറങ്ങിയത്. പക്ഷേ അത് എവർ ലാസ്റ്റിംഗ് മെമ്മറി ആയിരിക്കും എന്നും. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ അത്രയും വണ്ടി ഓടിച്ചിട്ട് ഏട്ടന് വയ്യായിരുന്നു. എനിക്കന്ന് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം എന്ത് പറഞ്ഞാലും നോ പറയാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഏട്ടനായതുകൊണ്ടായിരിക്കും എന്നെ കൊണ്ടുപോയെന്ന്. എന്താ പറഞ്ഞാലും നോ പറയത്തില്ല, അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു ഏട്ടാ. ഏട്ടൻ പിന്നെ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അതിൽ കാണുമെന്ന് പറഞ്ഞേക്കണം, ഞാൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. ഇടയ്ക്കിരിക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഉറക്കത്തിന് ആകെ ഈ ടൈമിൽ മറുപടി ഒന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താണ് തുടങ്ങാം. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഏട്ടനും
കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ദൂരം ബൈക്ക് ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് നല്ല കാലുവേദനയും ഏട്ടന് നല്ല പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി അവിടെയൊക്കെ നിന്നിട്ടൊക്കെയാണ് വെള്ളം കുടിച്ചിട്ടാണ് യാത്ര തുടർന്നത്. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ് ഞങ്ങളന്ന് വീട്ടിലെത്തിയത്. അത്രയും ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 4:30ക്കാണ് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത്. ഇത്രയും ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അത്രയും പതുക്കെയാണ് വണ്ടി ഓടിച്ച് വന്നത്. മഴയൊക്കെ ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ചായിരുന്നു വന്നത്. ഏതായാലും സേഫായിട്ട് ഞങ്ങളിങ്ങ് എത്തി. ഇത് നമ്മുടെ വീടിന് മുമ്പിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എറണാകുളത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോയിൽ ചെറിയൊരു സർപ്രൈസ് സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.